UDF ആഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട് എങ്ങനെ അധികാരത്തിലേക്ക് വരാം എന്നുള്ളതിൽ കുറിച്ച്. പ്രത്യേകിച്ച് 10 വർഷമായിട്ട് പ്രതിപക്ഷത്ത് അങ്ങനെ കഴിയുകയാണ്. അതുകൊണ്ട് അടുത്ത തവണ വരും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ലാതെ നിൽക്കുകയാണ്. കാരണം മുൻകാലങ്ങളിലൊക്കെ LDF, UDF, UDF, LDF ഈ ഒരു രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അതിനൊരു മാറ്റം പിണറായി വിജയൻ 2016 അധികാരത്തിൽ വന്നപ്പോൾ സംഭവിച്ചു. 21 പിണറായി തുടർന്നു. 3ാം വട്ടം എങ്ങനെയെങ്കിലും തുടർഭരണം പിടിക്കണം എന്ന് CPM-ന്റെ വാശി. അതിനോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണമെന്ന് കോൺഗ്രസും കോൺഗ്രസിലെ UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗും ആഞ്ഞു പരിശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് പലതരത്തിലുള്ള പ്രതിച്ഛായ മങ്ങലേൽക്കുന്ന തരത്തിലുള്ള പല സംഭവ വികാസങ്ങളും വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അങ്ങനെ പലതും വരും. അതിന് മൂർച്ചയേറും. അതിനെ മറയ്ക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കും. ചിലത് ഫലവത്താകും, ചിലത് കത്തി അമർന്ന് തന്നെ പോവുകയും ചെയ്യും. അപ്പൊ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവര് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഇപ്പൊ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എറണാകുളവും മലപ്പുറവും അവര് ഈ 2 ജില്ലകൾ തൂത്തുവാരിക്കഴിഞ്ഞാൽ അവർക്ക് ഭരണത്തിലേക്ക് വരാൻ എളുപ്പമായിരിക്കും. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ തട്ടകമാണ്. അവിടെ ചിലയിടങ്ങളിലൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട്, ബാക്കിയെല്ലാം മുസ്ലിം ലീഗാണ്. അവിടങ്ങളിലൊക്കെ ഉള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നത് തന്നെ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി മാത്രമാണ്. അപ്പോൾ ഈ മലപ്പുറം ജില്ല മുഴുവനും, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും അതെല്ലാം കൂടി തന്നെ ആകുമ്പോൾ ഏതാണ്ട് 10, 29, 30 സീറ്റ് ആകുകയാണ്. അത് വിജയം നേടിക്കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ആ 2 ജില്ലകളായിട്ട് ഇവർ പ്രത്യേകം നോക്കുന്നുണ്ട്, മലപ്പുറവും എറണാകുളം ജില്ലയും. എറണാകുളം ജില്ലയ്ക്ക് ഒരു പൊതു സ്വഭാവം ഉള്ളത് എപ്പോഴും UDF-ന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ്. പിന്നെ മലപ്പുറം നമുക്കറിയാം, അത് മുസ്ലിം ലീഗിന് തീറെഴുതി കൊടുത്തിരിക്കുന്ന ജില്ലയാണ്. അവരത് നന്നായിട്ട് നോക്കും. അവരെത്ര സീറ്റ് വാങ്ങുന്നുണ്ടോ അത്രയും സീറ്റ് അവർ വിജയിച്ചു വരാൻ ശ്രമിക്കും. ഇപ്പൊ നിലമ്പൂരിൽ ഉണ്ടായ ഷൗക്കത്തിന്റെ വിജയം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ അധ്വാനമല്ലേ, കുഞ്ഞാലിക്കുട്ടി എടുത്ത അധ്വാനമാണ്. അപ്പോൾ അത്തരത്തിൽ അവരവിടെ അധ്വാനിക്കും. കാരണം അവർക്കാണ് ഇപ്പോൾ 26 അധികാരത്തിൽ വരേണ്ടത്. അതുകൊണ്ട് ഈ നമ്മൾ പറയും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇങ്ങ് തൃശ്ശൂരിന് ഇപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന്. കോൺഗ്രസിന്റെ ആധിപത്യമാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇടങ്ങളിൽ ഒരു 20 സീറ്റ്, എങ്ങനെയെങ്കിലും 20 മണ്ഡലങ്ങൾ CPM-ന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ 20 മണ്ഡലങ്ങളെന്നല്ല പറയുന്നത്, അവിടെ നിന്ന് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ 20 മണ്ഡലങ്ങളിൽ CPM-ന്റെ കയ്യിലിരിക്കുന്ന 20 മണ്ഡലങ്ങൾ പിടിക്കുക എന്നുള്ളതാണ്. അതും കൂടി നേടിക്കഴിഞ്ഞാൽ ഈ UDF-ന് വലിയ വിജയത്തിലേക്ക് കുതിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവരതിന് കാണുന്നത് ഇവർ ഭരണവിരുദ്ധ വികാരം ഒരു പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ് ശരിക്കും ഭരണത്തിന്റെ ആ ഒരു നേട്ടമായാലും അല്ലെങ്കിൽ കോട്ടമായാലും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അവിടെ വരെ ഉള്ള ഇടങ്ങളിലാണ്. എറണാകുളം എന്ന് പറയുന്നത് ഒരു ബിസിനസ് കേന്ദ്രമാണ്. തിരുവനന്തപുരം നമുക്കറിയാം, തിരുവനന്തപുരം ഉദ്യോഗസ്ഥന്മാരുടേതായിട്ടുള്ള ഇടമാണ്, തലസ്ഥാന നഗരി. കൊല്ലവും നമ്മളോട് ചേർന്ന് കിടക്കുന്നതുമാണ്. കോട്ടയം എന്നൊക്കെ പറയുന്നത് അത് മലയോര കർഷകര് കേരള കോൺഗ്രസിന്റെ ഇടമാണ്. പത്തനംതിട്ടയും അത്തരത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ 20 സീറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവരുടെ ഏറ്റവും വലിയ നോട്ടം എന്ന് പറയുന്നത്. പക്ഷെ ഈ 20 സീറ്റുകൾ തന്നെയാണ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിണറായിയും നോട്ടമിട്ട് പലതരത്തില് ഇവരെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്.
അയ്യപ്പ ഭക്ത സംഗമം പമ്പയിൽ നടത്തിയതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ഹൈന്ദവ വോട്ടുകൾ CPM-ലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ കാണുന്നത്. ഇപ്പൊ തന്നെ ചെങ്ങന്നൂര് സജി ചെറിയാൻ അയ്യപ്പ സംഗമം കഴിഞ്ഞ് സജി ചെറിയാൻ നേരെ പോയത് എങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളിക്കാവിലേക്കാണ്. മാതാ അമൃതാനന്ദമയിയുടെ മഠത്തിലേക്കാണ് പോയത്. മാതാമൃതാനന്ദമയി UN-ൽ പ്രസംഗിച്ചതിന്റെ 25ാം വാർഷികം ആഘോഷിച്ചു. പിറന്നാളിനോടനുബന്ധിച്ച് ആ ആഘോഷം നടക്കുന്നു. അവിടെ എത്തി അമ്മയെ ആലിംഗനം ചെയ്യുന്നു, ചുംബിക്കുന്നു. എന്തോ ഒരു ഹൈന്ദവ പ്രേമമാണ്, ഹൈന്ദവ സ്നേഹമാണ് സജി ചെറിയാനിലൂടെ അങ്ങ് വഴിഞ്ഞു ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വോട്ടായിട്ട് ഇങ്ങനെ വരും എന്നുള്ളതാണ് കാണുന്നത്. സജി ചെറിയാന് തന്നെ അറിയാം ചെങ്ങന്നൂരിൽ പരിങ്ങലിലാണ് എന്ന്. ചെങ്ങന്നൂര് വലിയ രീതിയിൽ നോട്ടമിട്ടിട്ടുള്ളതാണ്. ശബരിമല യുവതീ പ്രവേശ വിഷയ സമയത്ത് പ്രതിഷേധം അലയടിച്ച ഇടമാണ്, പന്തളത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ചെങ്ങന്നൂരിൽ ഉണ്ട്. അതുപോലെ തന്നെ കായംകുളം, മാവേലിക്കര, അരുവിക്കര, പാറശാല, നെയ്യാറ്റിൻകര, ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ, അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല. കാരണം BJP അവിടെ തൊട്ടു പിന്നാലെ നിൽക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ അവിടെ വലിയ സ്ഥാനം നേടിയെടുത്തിട്ടുള്ള ഇടമാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തിനോട് ചേർന്നുള്ള മണ്ഡലങ്ങളിലൊന്നും അവർക്ക് കോൺഗ്രസിന് അങ്ങോട്ടേക്ക് കടന്നു കയറാൻ സാധിക്കാതെ വരുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ആയാലും, വട്ടിയൂർക്കാവായാലും, നേമമായാലും, കഴക്കൂട്ടമായാലും, ആറ്റിങ്ങലായാൽ പോലും. അപ്പോൾ ഇവർക്ക് കായംകുളം, ചെങ്ങന്നൂർ, മാവേലിക്കര, അരുവിക്കര, നെയ്യാറ്റിൻകര, പാറശാല എന്നീ മണ്ഡലങ്ങളൊക്കെ തന്നെയാണ്. ഇവർ പ്രധാനമായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെയുള്ള ജില്ലകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. കൊല്ലവും തിരുവനന്തപുരവും ആരാണോ തൂത്തുവാരുന്നത് അവർക്കായിരിക്കും എപ്പോഴും ഭരണം കിട്ടുക എന്നൊരു പറച്ചിൽ തന്നെയുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണത്. കൊല്ലവും തിരുവനന്തപുരം LDF-ന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. 2021 അവർ തൂത്തുവാരി, അവർ തന്നെയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. അപ്പൊ ഈ കോട്ടയത്ത് വരുന്നത് കേരള കോൺഗ്രസുമായിട്ടൊക്കെയുള്ള ബന്ധമുള്ള മണ്ഡലങ്ങൾ കൂടിയാണ്. അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ CPM-ന്റെ കയ്യിലിരിക്കുന്ന 20 മണ്ഡലങ്ങൾ പുഷ്പം പോലെ ഇങ്ങ് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ ആലപ്പുഴയിൽ ഇവർക്ക് നേടാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ ഇവർക്ക് നോട്ടം ഇട്ടിരിക്കുന്നത് ആറന്മുള മണ്ഡലമാണ്. ആറന്മുള മണ്ഡലം കാരണം വീണ ജോർജിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വികാരമുണ്ട്. പിന്നീട് ഭരണവിരുദ്ധ വികാരം മൊത്തത്തിലുണ്ട്. ഇതൊക്കെ അതുപോലെ പത്തനംതിട്ടയിൽ പാർട്ടിക്കാരുടെ എതിർപ്പ് പോലും വീണ ജോർജിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതും പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ പത്തനംതിട്ട അതുപോലെ ഘടകകക്ഷിയായ ജോസ് കെ മാണി വിഭാഗത്തിന്റെ അത് റാന്നിയിലെ മണ്ഡലം ഇവർക്ക് പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം ശക്തമാകും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം പ്രമോദ് നാരായണൻ റാന്നി മണ്ഡലത്തില് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് അന്ന് 21-ൽ ഭൂരിപക്ഷം കുറവായിരുന്നു, 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അത് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ജനകീയ ശൈലിയിലൂടെ ആ ഭൂരിപക്ഷം ഉയർത്താൻ കഴിയും എന്ന് പലരും കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ എറണാകുളം എന്തായാലും UDF-ന് അനുകൂലമായിട്ട് കിട്ടും. പിന്നീട് കോട്ടയവും ആലപ്പുഴയും ഒക്കെയാണ് ഇവർക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്. പിന്നെ ഇവർക്ക് തിരുവനന്തപുരം ജില്ലയിൽ നമുക്കറിയാം പാറശാലയും നെയ്യാറ്റിൻകര അവിടെ ആൻസലിനെതിരായിട്ട് വലിയൊരു വികാരം നിൽക്കുന്നുണ്ട്. പക്ഷെ പാറശാലയിൽ അത്ര പെട്ടെന്ന് നമുക്ക് കയറി CPM-ന്റെ കയ്യിൽ നിന്ന് കൊത്തിയെടുക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഹരീന്ദ്രനാഥ് അവിടെ മികച്ച
പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അരുവിക്കരയില് ശബരിനാഥ് പരാജയപ്പെട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലായിത്തീരുന്നു എന്നുള്ളതാണ്. ശബരിനാഥിന് തിരുവനന്തപുരം സെൻട്രൽ ആയിരിക്കും മത്സരിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. എന്തായാലും എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ കിടയ്ക്കുള്ള പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ 20 CPM-ന്റെ കാര്യം ഇരിക്കുന്ന ഒരു 20 തട്ടിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. അങ്ങനെ വരുമ്പോൾ എറണാകുളവും ജില്ലയും മലപ്പുറം ജില്ലയും എല്ലാം കൂടി ആകുമ്പോൾ ഭരണത്തിലേക്ക് അടുക്കാൻ എളുപ്പമായിട്ടാണ് UDF കേന്ദ്രങ്ങൾ, കോൺഗ്രസ് വൃത്തങ്ങൾ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.